മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇതിനു മുൻപ് ഈ നിർബന്ധിതാവസ്ഥയെക്കുറിച്ച് പറഞ്ഞത് കേൾക്കാം. അല്ല, നമ്മളിപ്പോൾ നിർബന്ധിതരായിരിക്കുകയാണ്. നമ്മൾ ഗവൺമെൻറ് സൈൻ ചെയ്തു പണം വാങ്ങിച്ചു കഴിഞ്ഞു. ഇപ്പോൾ PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ അംഗമാണ്. കേരള എഗ്രിമെൻ്റ് ഒപ്പുവെച്ചു. അതിൻ്റെ ഭാഗമായി പണം വാങ്ങിച്ചു. സംസ്ഥാന സർക്കാരിനെ ബാധിക്കാത്ത തരത്തിൽ വിദ്യാഭ്യാസ വിഷയത്തിൽ നമുക്കുള്ള ആ വിദ്യാഭ്യാസപരമായ അവകാശങ്ങൾ, സർക്കാരിനുള്ള അവകാശങ്ങൾ ബലികഴിക്കാതെ എന്തു ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഞങ്ങൾ ആലോചിക്കുന്നതിന്. ശ്രീമതി ദീപ്തി മേരി വർഗീസ്, ഒന്ന് നിർബന്ധിതമാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. രണ്ടാമത്തെ അതിൻ്റെ ഭാഗമായി പണം വാങ്ങി എന്ന് പറഞ്ഞു. ഇന്ന് വി ശിവൻകുട്ടിയൊക്കെ വളരെ കൃത്യമായി വലിയ വിമർശനമാണ് ഉന്നയിക്കുന്നത്. എങ്ങനെയാണ് പണം വാങ്ങി എന്നത് പറയുന്നത് എന്നൊരു ചോദ്യം ഉന്നയിക്കുന്നത്. അത് വസ്തുതാവിരുദ്ധമാണ് എന്നതാണ് പറയുന്നത്. അതിനപ്പുറത്തേക്ക് ഉയർന്ന വിമർശനങ്ങളെക്കുറിച്ച് അത് വ്യക്തിപരമാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ പറയുന്നുമില്ല. ഒരു കാര്യത്തിൽ രണ്ട് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്ന് നിർബന്ധിതമാണ് എന്ന് പറയുന്നത്, രണ്ടാമത്തേത് പണം വാങ്ങി എന്ന് പറയുന്നത്. എന്തായാലും താങ്കൾ തുടക്കത്തിൽ എൻ്റെ സംസാരത്തിനിടയ്ക്ക് ഉണ്ടാക്കിയ ഒരു ഇടപെടലുണ്ട്. ആ ഇടപെടൽ ഇപ്പോൾ ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇവിടെ ജയിക്ക് പറഞ്ഞതും താങ്കൾ പറഞ്ഞ ഈ ചോദ്യവും തമ്മിലുള്ള ഒരു സമാനത ഞാൻ ആലോചിക്കുകയായിരുന്നു. ശിവൻകുട്ടിയെ തന്നെ താങ്കൾ കോട്ട് ചെയ്ത് പറഞ്ഞല്ലോ. ശിവൻകുട്ടി എന്ന മന്ത്രി, എന്ന വിദ്യാഭ്യാസ മന്ത്രിയാണ് പറഞ്ഞത് നാഷണൽ എഡ്യൂക്കേഷൻ സ്കീമിന് എന്ത് പ്രശ്നമാണുള്ളത്, എന്ത് കുഴപ്പമാണുള്ളത് എന്നാണ് ചോദിച്ചത്. ഇനി ജയിക്കറിയാൻ താങ്കളുടെ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുൻപ് ഒറ്റക്കാര്യം പറഞ്ഞോട്ടെ. ജയിക്ക് ഇവിടെ വലിയ സഹതാപമൊക്കെ കാണിച്ചു. UDFന്റെ കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് ഉത്തരം മുട്ടിപ്പോയി, വലിയ പ്രശ്നമാണെന്നൊക്കെ. ഞങ്ങൾക്ക് ഉത്തരം മുട്ടേണ്ട ഒരു കാര്യമില്ല ജയിക്കെ. ഈ ആരാണ് പാലമായിട്ട് പ്രവർത്തിച്ചത്? ഈ PM ശ്രീയിൽ ഒപ്പുവെച്ചത് ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന BJPയുടെ വിദ്യാഭ്യാസ മന്ത്രി. അദ്ദേഹം പാർലമെന്റിൽ പറഞ്ഞു, സംസ്ഥാന ഗവൺമെന്റ്, കേരളത്തിന്റെ സംസ്ഥാന ഗവൺമെന്റും ഭാരതീയ ജനതാ പാർട്ടിയുടെ കേന്ദ്ര ഗവൺമെന്റുമായിട്ടുള്ള പാലം ആരായിരുന്നു? ജോൺ ബ്രിട്ടാസ് ആയിരുന്നു എന്ന് പറഞ്ഞല്ലോ. അത് താങ്കൾ കേട്ടിരിക്കുമല്ലോ. പിന്നീട് റഹീം എന്ന് പറയുന്ന നിങ്ങളുടെ MP, അദ്ദേഹം പറഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇതിന് ഒപ്പുവെച്ചു, MOU ഒപ്പുവെച്ചെന്നാണ് പറഞ്ഞത്. ചിരിക്കൊന്നും വേണ്ട, ഇതൊക്കെ ഒന്ന് പഠിച്ചിട്ട് വേണം വന്നിരിക്കാൻ, എന്നിട്ട് വേണം സഹതാപമൊക്കെ പറയാൻ. ഇപ്പതാ ഇവിടെ ശിവൻകുട്ടിയുടെ കാര്യം പറഞ്ഞു കേട്ടില്ലേ? ശ്രീ ശിവൻകുട്ടിയാണ് പറഞ്ഞത് ഈ വിദ്യാഭ്യാസ നയത്തിന്, കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിന് എന്ത് കുഴപ്പമാണെന്നാണ് ചോദിച്ചത്. പിന്നെ മറ്റൊരു കാര്യം, P രാജീവ് എന്ന് പറയുന്ന ലോ മിനിസ്റ്ററുടെ കൺകറൻസോട് കൂടിയാണ് രഹസ്യമായി നിങ്ങൾ പോയി MOU ഒപ്പുവെച്ചത്, CPIയെ അറിയിക്കാതെ. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ടാ. ഇതൊക്കെ അറിയാമെങ്കിലും അറിയില്ല എന്ന് നടിച്ചാണ് വന്നത്. കഴിഞ്ഞ ദിവസമൊന്നും ചർച്ചയ്ക്ക് വന്നില്ലല്ലോ. ഇവിടെ EDയെ പറ്റി ചർച്ചയുണ്ടായിരുന്നു, വീണ വിജയനെ പറ്റി ചർച്ചയുണ്ടായിരുന്നു. അപ്പോഴൊന്നും ഉത്തരവുണ്ടായിരുന്നില്ല, വന്നുമില്ല. എന്നിട്ട് ഇപ്പൊ വന്നിട്ട് താങ്കൾ ചോദിച്ച ചോദ്യം താങ്കളും അദ്ദേഹവും ഒരേ ഭാഷയിലാണ് സംസാരിക്കുന്നത്. ഞാൻ താങ്കൾ ചോദിച്ചതിന് മറുപടി പറയാം. അത്തരം വിമർശനങ്ങളൊക്കെ ഞങ്ങൾ കഴിഞ്ഞ 10 വർഷം കേട്ടിട്ടുണ്ട്. കോൺഗ്രസിന്റെ ഭാഷയിലാണ് സംസാരിക്കുന്നത്, അതുകൊണ്ട് പുതുമയില്ല. പറഞ്ഞോളൂ. അതെ, എനിക്ക് അനാവശ്യമായ തർക്കത്തിലേക്ക് പോകാൻ കഴിയില്ല. എന്നോട് അനാവശ്യമായ ഒരു കാര്യം സംസാരിച്ചുകൊണ്ടാണ് തുടക്കത്തിൽ ജയിക്കിനുള്ള മറുപടി കൊടുത്തത്. പിന്നെ താങ്കൾ ശിവൻകുട്ടിയെ പറ്റി ചോദിച്ചു. ശിവൻകുട്ടിയെ ഒന്നും അങ്ങനെ അങ്ങോട്ട് മെഴുകണ്ട. ശിവൻകുട്ടി എന്താ പറഞ്ഞെന്നുള്ള ഡയലോഗ് താങ്കൾക്ക് ഓർമ്മയുള്ളതാണല്ലോ. എനിക്ക് ഓർമ്മയില്ല. ഞാൻ എന്റെ ചർച്ചയിൽ അത് എടുത്ത് കേൾപ്പിച്ചിട്ടുണ്ട്. എന്റെ ചർച്ചയിൽ എപ്പോഴാണ് ആ സർക്കാർ അധികാരത്തിലിരുന്നപ്പോൾ അവർ തോറ്റല്ലോ. ഓക്കെ, അവര് തോറ്റാലും അവര് ചെയ്തു വെച്ചതിന്റെ ചെയ്തി ബാക്കി പത്രമാണ് ചോദിക്കുന്നത്. ഈ പറയുന്ന MOUനെ കുറിച്ച് ചർച്ച ചെയ്ത്. എന്നാ ശരി, താങ്കൾ ചോദിക്കൂ. എന്നിട്ട് അതാണ് പറഞ്ഞത്. ആ നിർബന്ധിതാവസ്ഥയെ കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞു. നിർബന്ധിതാവസ്ഥ ഇല്ല എന്ന് നിങ്ങളുടെ MPമാർക്ക് കിട്ടിയ മറുപടി അടക്കം പറഞ്ഞിരിക്കുന്നു. അതാണ് എന്റെ ചോദ്യം. ശരി, അതിന് ഞാൻ മറുപടി പറയാമല്ലോ. എനിക്കൊരു 2 മിനിറ്റ് ശബ്ദമില്ലാതെ ഒന്ന് സംസാരിച്ചാൽ കൊള്ളാവുന്നുണ്ട്. അതായത് ഞങ്ങളുടെ 2 MPമാര് ചോദ്യം ചോദിച്ചു. ഇതിനു മുമ്പ് അടൂർ പ്രകാശും ചോദിച്ചു, അതിനു മുൻപ് ഡീൻ കുര്യാക്കോസും ചോദിച്ചു, ഷാഫി പറമ്പിലും ഒക്കെ ചോദിച്ചു. ഇതിന് ഏറ്റവും അവസാനം വന്ന വഹാബിന് കൊടുത്ത മറുപടിയും ജബി മേത്തർക്ക് കൊടുത്ത മറുപടിയും വളരെ ക്ലാരിറ്റി ഉള്ളതാണല്ലോ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. സംസ്ഥാന ഗവൺമെന്റിന് തീരുമാനിക്കാം, അത് ഫ്ലെക്സിബിൾ ആണ് സംസ്ഥാന ഗവൺമെന്റ്. ഞാൻ അതൊന്നുകൂടെ വായിച്ചു കേൾപ്പിച്ചേക്കാം. അതായത് വഹാബിന് കൊടുത്ത മറുപടി, വഹാബിന് കൊടുത്ത മറുപടിയിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, ദ സ്റ്റേറ്റ്സ് ഹാവ് ദ ഫ്ലെക്സിബിലിറ്റി of contextualizing the curriculum as per the state specific
നീഡ്സ് അഡ്ഹറിംഗ് ടു ദി കോർ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ്, അതായത് അടിസ്ഥാനപരമായ അല്ലെങ്കിൽ ഭരണഘടനാപരമായ അടിസ്ഥാനപരമായ മാറ്റങ്ങൾ വരുത്താതെ സംസ്ഥാനത്തിന് അത് ചെയ്യാനുള്ള അധികാരമുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്രം പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോ ഇത് എങ്ങനെ ചെയ്യണം, ഇതുമായി മുമ്പോട്ട് പോകണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് സംസ്ഥാന ഗവൺമെന്റിന്റെ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന മന്ത്രിമാരുടെ ഉപസമിതിയാണ്. ഇവിടെ മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണ്? ഞങ്ങൾ അതിന് കൺസ്ട്രെയിൻ ടു ഡു ആണ്. എന്താ കാരണം? ഈ MOU ഒപ്പുവെച്ചതുകൊണ്ടാണ് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടി വന്നത്. എന്നിട്ട് അത് കെപ്റ്റിൻ അബയൻസ് വെച്ച്, അതാണ് ഇവിടെ CPM-ന്റെ പ്രതിനിധി പറഞ്ഞുകൊണ്ടിരുന്നത്. അത് കെപ്റ്റിൻ അബയൻസ് ആണ്. എന്തിനാ കെപ്റ്റിൻ അബയൻസ് വെച്ചത്? നിങ്ങൾ ഒന്നെങ്കിൽ മുമ്പോട്ട് പോകാൻ തീരുമാനിക്കണമായിരുന്നു, അല്ലെങ്കിൽ ഇതിന് ഒപ്പുവെക്കാൻ പാടില്ലായിരുന്നു. ഈ MOU ഒപ്പുവെച്ചില്ലായിരുന്നെങ്കിൽ തമിഴ്നാട് പോയതുപോലെ സുപ്രീം കോടതി പോയി നമുക്കൊരു വിധി വാങ്ങിക്കാം. എന്താ പറഞ്ഞത് ഇവരെന്ന്? പിന്നെ മറ്റ് ഫണ്ടുകൾ, മറ്റ് വിദ്യാഭ്യാസ ഫണ്ടുകൾ, SSK പോലുള്ള ഫണ്ടുകൾ ലഭ്യമാകില്ല. അത് ലഭിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഉദാരമനസ്കത കാണിച്ച് ഒപ്പിട്ടതാണ്. അപ്പൊ നിങ്ങൾ ഒപ്പിട്ടത് ഈ പണത്തിന് വേണ്ടിയാണ്. യഥാർത്ഥത്തിൽ അത് ഒപ്പിട്ടില്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ തമിഴ്നാട് ചെയ്തതുപോലെ സുപ്രീം കോടതി പോയി ആ പണം വാങ്ങിക്കാമായിരുന്നു. അത്രയും ചെയ്യാനുള്ള ബുദ്ധി കഴിഞ്ഞ ഗവൺമെന്റിന് ഉണ്ടായിരുന്നില്ല. പകരം അവരെന്ത് ചെയ്തു? ഈ MOU ഒപ്പുവെച്ചിട്ട് അത് ഈ പണം വാങ്ങിക്കാം. പക്ഷെ ഈ MOU ഒപ്പുവെച്ചിട്ട് കിട്ടിയത് എന്താണ്? 99 കൊല്ലെങ്കിൽ പണ്ടോട്ട് SSK-യും ഇവർ ഇതിന്റെ അകത്ത് അറിയാമോ? അല്ലെങ്കിൽ കിട്ടുന്ന പൈസ ആയിരുന്നു. അല്ല, അങ്ങനെയല്ല പറഞ്ഞത്. അല്ല, നിങ്ങൾ പാടൊന്നും പെടണ്ട. SSK-യുടെ പൈസ എന്നാ ഞാൻ പറഞ്ഞത്. SSK-ക്ക് കിട്ടേണ്ട പണമെന്നാണ് ഞാൻ പറഞ്ഞത്. 99 കോടി രൂപ. ഈ SSK-യും അതുപോലെ തന്നെ PM പോഷൻ. ഒരു മിനിറ്റ്. PM പോഷൻ, SAS റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ഒരു പോളിസിയാണ്. ആ പോളിസി പ്രകാരമുള്ള സ്കീമുകളാണ് ഉണ്ടാക്കുന്നത്. ആ പോളിസി പ്രകാരം പല പദ്ധതികൾ ഉണ്ടാക്കും. ആ പദ്ധതികളുടെ ഭാഗമായി ഇപ്പൊ PM പോഷൻ എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ്, SSK എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ്. ഇതെല്ലാം ഇവരെന്ത് ചെയ്തെന്നറിയാമോ? കേന്ദ്ര ഗവൺമെന്റ് സ്കീമുകളെല്ലാം ഈ എഗ്രിമെന്റിലേക്ക് കൺവേർജ് ചെയ്തു ഈ MOU-യിലൂടെ. അത് എന്തിനാണ് അങ്ങനെ കൺവേർജ് ചെയ്തത്? എന്നിട്ട് ഞങ്ങൾക്ക് ഇത് വാങ്ങിച്ചേ പറ്റുള്ളൂ എന്ന് പറയുകയാണ്. ഇപ്പൊ കിട്ടിയത് എന്താ? ഇപ്പൊ ഈ പറയുന്ന 99 കോടി SSK-യുടെ പണമാണ് കിട്ടിയത്. PM ശ്രീയുടെ ഒരു നയാ പൈസ പോലും നമ്മൾ വാങ്ങിച്ചിട്ടില്ല, നമുക്ക് കിട്ടത്തുമില്ല. കാരണം എന്താ? നമ്മൾ അതിൽ ഒപ്പുവെച്ച് മുമ്പോട്ട് പോയിട്ടില്ല എന്ന് മാത്രമല്ല, അതിന്റെ രണ്ടാം ഘട്ടമായ ചലഞ്ച് മോഡ്, സ്കൂളുകളെ തെരഞ്ഞെടുത്ത് കൊടുക്കല്, അത് നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. അത് തെരഞ്ഞെടുത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിലവിൽ UDF തീരുമാനിച്ചതനുസരിച്ചുള്ള ഉപസമിതി തീരുമാനങ്ങൾ എടുക്കണം. എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കണം. ഈ സ്കീമുമായി ഏത് തരത്തിലാണ് മുമ്പോട്ട് പോകേണ്ടത് എന്ന് തീരുമാനിച്ച് ആ തീരുമാനം പറയും. അതിനുശേഷം മാത്രമേ PM ശ്രീ എന്ന് പറയുന്ന ഈ പദ്ധതിയുമായി കോൺഗ്രസ് മുമ്പോട്ട് പോവുള്ളൂ. ഒരു സംശയവും വേണ്ട. ശരി, അങ്ങനെയാണെങ്കിൽ അതിനുശേഷം മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ എന്ന കാര്യം വ്യക്തമാക്കിയാൽ മതിയായിരുന്നു. പക്ഷെ മുന്നോട്ട് പോകുമെന്ന് നേരത്തെ പറഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഈ ചോദ്യങ്ങൾ മുഴുവനും ഉണ്ടാവുകയും ചെയ്തത്. സമഗ്ര ശിക്ഷ കുടിശ്ശിക 1151 കോടിയാണ്. സമഗ്ര ശിക്ഷയുടെ കമ്പോണന്റ് ആണ് ഈ RTE എന്ന് പറയുന്നത്. RTയുമായി ബന്ധപ്പെട്ട 91 കോടി രൂപ മാത്രമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് വളരെ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. കീപ്പിംഗ് ഇൻ വ്യൂ ദ ലാർജസ്റ്റ് പെർസ്പെക്ടീവ് ആസ് വെൽ ആസ് ദ എഡ്യൂക്കേഷൻ ഓഫ് ദി സ്റ്റേറ്റ് ചിൽഡ്രൻ, Rs 99.27 crore had been released as center share of the RTE എന്ന് വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. സമഗ്ര ശിക്ഷയുടെ പണം മുഴുവനും കിട്ടിയിട്ടില്ല. അങ്ങനെ കിട്ടാനാണെങ്കിൽ 1100 കോടി രൂപ കിട്ടണം. ഈ റൈറ്റ് ടു എഡ്യൂക്കേഷന്റെ പണം കിട്ടിയിട്ടില്ല. Debate with Madhu Saji.